ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്റെ ഈ വർഷത്തെ അവസാന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷത്തിന്റെ അവസാനമെങ്കിലും ഞാൻ വീഡിയോ ഇട്ടല്ലോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റി തരുന്നതായിരിക്കും. നിങ്ങളും തെറ്റായെന്നൊക്കെ അറിഞ്ഞ അതിനിപ്പോ എന്താണ്? എനിക്ക് വലിയൊരു ജീവിതം, എനിക്ക് വലിയൊരു പിഞ്ചി തുടിക്കുന്ന ജീവൻ എന്നെ കൂടെ ജീവിക്കാൻ അനുവദിക്കും. ഞാനും ഒരെണ്ണം തൂക്കിയിട്ടുണ്ട് നടപ്പുണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളതല്ല. എനിക്ക് വിഷമമൊന്നുമില്ല. അതിന്റെ സെറ്റ് നമുക്കൊന്നും ഇല്ലല്ലോ. അണ്ണ എന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ തമ്മിലുള്ള ലവ് സ്റ്റോറി എന്ന് പറയാം. ലവ് സ്റ്റോറി ഞാൻ കേൾക്കണമല്ലോ. അണ്ണ അപ്പൊ കൊണ അടിക്കാതിരുന്നാൽ മതി. ശരി അണ്ണ, അത്രയൊന്നും പറയല്ലേ. ആണ് ഒരു സിഗ്മ കൊറോണത്തിനെ പറ്റിക്കാൻ വേണ്ടി കുറെ ഇറങ്ങിക്കോളും. നീ ആദ്യം ആ കാട്ടിൽ നിന്നൊന്ന് വെളിയിൽ ഇറങ്ങും. നിന്റെ കണ്ണും മൂക്കും വായും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതോ മൊത്തമായിട്ട് കാണാൻ പൈസ കൊടുക്കണോ? പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വാടിപ്പെടുത്ത മങ്ങാട്ടി ജപ്പാൻ ഒരു പോലെ വരും. നിനക്കും വരും, എല്ലാവർക്കും വരും. നീ കാലിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിഷമിക്കൊന്നും വേണ്ട. എല്ലാവർക്കും പയ്യെ വരും. ഈ ഇയറിൽ താങ്കൾ കുറെ വീഡിയോസ് ചെയ്തതൊക്കെ നല്ലതായിരുന്നു. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഈ ഇയറിൽ താങ്കൾ കുറെ വീഡിയോസ് ചെയ്തതൊക്കെ നല്ലതായിരുന്നു. പലതും പറയും, പലരും പറയായിരിക്കും. ഞാൻ ചിലപ്പോൾ പറയായിരിക്കും, ഞാൻ പറയുന്നില്ല എന്നാണ് പറയണത്. നീ എന്നെ കളിയാക്കിയതാണോ അതോ ഊക്കിയതാണോ? നീ എന്നെ പൊട്ടനാക്കിയതാണോ അതോ മണ്ടനാക്കിയതാണോ? നീ എന്നെ ജോക്കറാക്കിയതാണോ അതോ കോമാളിയാക്കിയതാണോ? അപ്പം താങ്കൾ ഈ വർഷം സിഗ്മ, ഞാനൊരു സിഗ്മയാണ്, ഞാനൊരു അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സിഗ്മയല്ല, നമുക്ക് പല ആക്ടിവിറ്റീസിലൂടെയും പ്രൂവ് ചെയ്ത് തന്നു. അങ്ങനെ 2 കോൺട്രഡിക്ടറി ഹാബിറ്റ്സ് കാണിച്ചു. അപ്പോൾ ഈ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് 2023 കൊടുക്കുന്ന വാല്യൂ ആൻഡ് പ്രോസ്പാരിറ്റീനെ കുറിച്ചിട്ടാണ് എൻ്റെ ചോദ്യം. സോ വൈ ആർ യു ഡൂയിങ് ദിസ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്? വൈ ആർ യു റിവേഴ്സിങ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. അത് പറഞ്ഞതും ചെയ്തതൊന്നും ഞാനല്ല. നീ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ എന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ റെഡി ആയിരുന്നു. നിയമസഭയിൽ ഇരിക്കുന്നവർ പോലും ഇതുപോലെ മറ്റൊരാളെ ഇപ്പൊ ചോദ്യം ചെയ്യത്തില്ല. അവരൊക്കെ അവിടെ UFC കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഊച്ചിക്കാര്യം ചോദിക്കാൻ നീ എന്തിനാണ് ഇത്ര മസിൽ പിടിക്കുന്നത്? കോമഡിയാണ്, ഫണ്ണാണ്, അതങ്ങനെ എന്നെ കാണാവുള്ളൂ. എന്തിനാടാ നീ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? കല്യാണം നിന്റെ 16 എന്റെ കല്യാണം നമുക്ക് ഒരു ദിവസം ആക്കിയാലോ? ഒന്നും പറയരുത്. ഈ 18 വയസ്സുള്ള ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? 29-ാം തീയതി എനിക്ക് 19 വയസ്സാവും. അപ്പോഴും 23 വയസ്സ് ഏതാണ്ട് വേണ്ട ആമ്പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ. അല്ല, ഞാൻ ഈ കല്യാണം കഴിക്കാനായിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെല്ലാൻ നേരം എന്റെ ജോലി എന്തോന്ന് അവരെന്നോട് ചോദിച്ചാലോ? ഞാൻ വല്ലവരെ ഇടക്കിടക്ക് ഇരുന്ന് കളിയാക്കും. അവസാനം എൻ്റെ കയ്യിൽ അവർ തന്ന അച്ചപ്പവും മുറുക്കും മാത്രമേ ബാക്കി കാണത്തുള്ളൂ. ബ്രോ, ഞാനൊരു വലിയ ഫാനാണ്. അപ്പോൾ ഒരു ഹായ് തരാമോ അടുത്ത വീഡിയോയിൽ? എൻ്റെ പേര് പ്രണവ് കേനു. ഹായ് പ്രണവ്. എന്തോ 11 KBയോ? അച്ഛനെ പ്രണവേ ഹായ്. ചോദ്യം എന്തിയേ? ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞെങ്കിൽ ബാക്കിയൊന്ന് പറയാവോ? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായത് മുട്ടയാ. സത്യമായിട്ട് മുട്ടയാ ഉണ്ടായത്. ഞാനായിരുന്നു ഇട്ടത്. ഞാനിട്ട മുട്ടയായിരുന്നു സത്യം. ബ്രോയിന്റെ കുണ്ടി 6 പാക്ക് ഉണ്ടോ? സിക്സ് പാക്ക് ഉണ്ടോന്ന് കാണു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാക്കിനകത്ത് 2 ബോൾ. ഞാൻ ഒന്നും പറയുന്നില്ലേ ബ്രോ. ഇന്നിപ്പോ ലൈൻ ഉണ്ടോ? ഇന്നിനിപ്പോ ലൈൻ കാണത്തില്ല. നാളെ വൈകിട്ട് 4 മണി തൊട്ടേ ലൈൻ ഉള്ളൂ. GF ഐശ്വര്യയാണോ? അതെ, ഐശ്വര്യ റായ്. വാട്ട് ഈസ് ദ മോസ്റ്റ് എംബ്രേസ്ഡ് തിങ് ദാറ്റ് യു ഡിഡ് ദിസ് ഇയർ? എന്നെ ഈ വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി വിളിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത ജനപ്രിയ നായകനാവുമെന്ന്. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് ഓഡീഷന് പോയി. വലിയ ഓഡീഷൻ സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആ ദിവസം. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ അഭിനയിച്ച് കാണിച്ചത്. കണ്ടോണ്ടിരുന്നായിരുന്ന കണ്ണീന്ന് ചോര വന്നേനെ. അതുപോലായിരുന്നു എന്റെ അഭിനയം വന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചു എന്റെ അഭിനയം നല്ലതായിരുന്നു. പിന്നെ അവരുടെ മുഖത്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയങ്കര മോശമായിരുന്നു. അതുവരെ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്റെ അഭിനയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, ബന്ധം വിച്ഛേദിച്ചു. യു ഈസ് നോട്ട് എ ബോയ്, യു ഈസ് മാൻ. അതെ, യു ഈസ് വെരി ഗുഡ് ഇംഗ്ലീഷ്. യു ലേൺ ഇംഗ്ലീഷ്. യു വാട്ട് ഈസ് ദ ബിഗസ്റ്റ് സീക്രട്ട് ഇൻ യുവർ ലൈഫ്? എന്റെ ലൈഫിലെ ബിഗസ്റ്റ് സീക്രട്ട് എന്തുവാന്ന് പറഞ്ഞാ, ഞാനിപ്പോഴും കിൻഡർ ജോയ് മേടിക്കും. കണ്ടോ, കിൻഡർ ജോയിലെ കളിപ്പാട്ടം. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി എന്തുവാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ തന്നെ. എന്തല്ലോ എന്നെ പറഞ്ഞ ആൾക്കാർ, എന്റെ ദൈവമേ, വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ബാക്കിന് വിലയില്ലാത്തവൻ കരച്ചിൽ വരും എന്റെ കൂടെ. നിന്റെ അപ്പുറത്ത് എന്തിനാ ഭൂതത്തിന്റെ കളിയുണ്ട്, കസേരയൊക്കെ ഒറ്റയ്ക്ക് താഴെ പോകുന്നു. നിന്റെ അപ്പുറത്ത് എന്തിനാ പാവയെ വെച്ചേക്കുന്നത്? ഏതില്ല അവനോ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നാൻ നേരം ശാരീരികമായിട്ടും മാനസികമായിട്ടും
അങ്ങനൊന്നും ഇല്ല, ഞാൻ ഡെക്കറേഷൻ വെച്ചേക്ക് ഒന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. റോസ്റ്റ് ചെയ്ത ആരെങ്കിലും പ്രശ്നത്തിന് വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഒരാള് എന്നോടൊന്ന് വന്നെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. സ്പോട്ട് ഞാൻ വീഡിയോ എടുത്ത് കളഞ്ഞാൽ എനിക്ക് വരെ ഒന്നും വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്റെ ദൈവമേ, പറഞ്ഞൊക്കെ കേൾക്കണം, ഞാൻ അവരുടെ ജീവിതമേ അങ്ങ് നശിപ്പിച്ചു. ഞാൻ കാരണം മാനസികമായിട്ട് തളർന്നു പോയെന്നാ പറഞ്ഞത്. പക്ഷെ ആ വീഡിയോയിൽ അവർ മെയിൻ പാർട്ട് പോലും അല്ലായിരുന്നു. 7 മിനിറ്റ് ഉള്ള വീഡിയോയിൽ ആകെപ്പാടെ അര മിനിറ്റത്തെ ഒരു സാധനമായിരുന്നു അത്. അതിന് പറഞ്ഞൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ ആ ലോകത്തിൽ ഏറ്റവും പന്നെന്ന്. ഒരു റീൽസിലുള്ള ആളാണ്, എല്ലാവർക്കും അറിയായിരിക്കും. കല്യാണമൊക്കെ എപ്പോഴാണ് നിന്റെ? 16 നമ്മുടെ കല്യാണം. ഒരു ഞാൻ പിന്നെയും ഞാൻ നിനക്ക് കുഞ്ഞായി എന്നൊക്കെ പറയുന്ന കേട്ടോ. ആടാ എനിക്ക് കുഞ്ഞായി. ഞാനിപ്പോ ഈ വീഡിയോ നിർത്തിയിട്ട് കൊച്ചിന്റെ ഡൈപ്പർ മാറ്റാനായിട്ട് അങ്ങോട്ട് പോവുക. ഇപ്പോഴത്തെ എന്റെ പരിപാടി അതല്ലേ, രാവിലെ എനിക്ക് കൊച്ചിന് സിർലാക്ക് കലക്കുക, അപ്പിയിടാൻ കൊണ്ടുപോവുക, മൂത്രം ഒഴിപ്പിക്കുക, ഇമ്മിണി കഴുകി കൊടുക്കുക. ദ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ 2023 അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ മൃഗങ്ങളെ രക്ഷിച്ചായിരുന്നു 2023. ഒരു ദിവസം ഞാൻ ബീച്ചിൽ പോയിട്ട് കാറിൽ ഒരു 80 പറന്നു വരുമായിരുന്നു. അപ്പോഴായിരുന്നു എന്റെ ഫ്രണ്ടിൽ ഒരു ആമ. ഞാൻ ആ 80 ബ്രേക്ക് പിടിച്ച് എന്റെ കാറിലുള്ള എല്ലാവരെയും കൊല്ലാൻ നോക്കി. ഞാൻ ആമയെ രക്ഷിച്ചു. അണ്ടർവെയറിന്റെ സൈസ് എനിക്ക് ഇങ്ങനത്തെ ഊച്ചി ചോദിച്ചിരുന്ന ആൻസർ പറയാൻ താല്പര്യമില്ല. പണി നോക്കി പോയ ചുമ്മാതെ സൈസ് കൊടുത്തിട്ടില്ലെന്ന് തോന്നി. മീഡിയ അത്ര വലുതൊന്നുമല്ല, പാള പോലെ കിടക്കൊന്നുമില്ല. ശരി എന്നാ, അപ്പൊ റീൽസിലെ കുറച്ച് വികാര ജീവികളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കോ.